Example 26. Consider f from n to n, g from n to n, and h from n to r defined as f of x is equal to 2x, g of I is equal to 3y plus 4, and h of z is equal to sin z for every x, y, and z in n. Show that h composition of g composition f is equal to h composition g composition f. നമുക്ക് 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് തന്നിട്ടുണ്ട്, ജി തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്. ഓരോ ഫംഗ്ഷനും എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കണം തന്നിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ കാണിക്കേണ്ടത്? എച്ച് കോമ്പോസിഷൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറഞ്ഞ് കാണിക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്, അതായത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എടുക്കുകയാണ്. എൽ എച്ച് എസിന് തുടങ്ങുകയാണ്. അപ്പോൾ എച്ച് കോമ്പോസിഷൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് ഓക്കെ, ഈ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കുള്ളതായിരിക്കും? എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് ജിയുടെ കോഡൊമൈനിലോട്ട്. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എൻ ആണ്, ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നതും എൻ ആണ്. അപ്പോൾ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എൻ ടു എൻ ആണ്. അപ്പോൾ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും? ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് എച്ചിൻ്റെ കോഡൊമൈനിലേക്ക്, അതായത് എന്നിൽ നിന്ന് എച്ചിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആറിലേട്ടുള്ളൊരു ഫംഗ്ഷനാണ്. പിന്നെ നമ്മൾ എച്ച് കോമ്പോസിഷൻ ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എടുക്കുകയാണ്. അപ്പോൾ ഈ എക്സ് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എന്നിലത്തെ എലമെൻ്റ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിനെ എങ്ങനെ എഴുതാറ്? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാറ്. അതായത് ജി നടന്നിർത്തിയിട്ട് ബാക്കി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞതും. ഇവിടെ എങ്ങനെ എഴുതാം? എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്. അപ്പോൾ എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു വരും. ഈ ഉള്ളിലൊരു കോമ്പോസിഷൻ നിങ്ങൾ എടുക്കണ്ടല്ലോ, അപ്പോൾ അത് ഡെഫിനേഷൻ അവിടെ അപ്ലൈ ചെയ്യുക. അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. നമുക്കിനി എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഒക്കെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. ജി ഓഫ് വൈ എന്ന് പറയുന്നത് 3y പ്ലസ് 4 ആണ്. എച്ച് ഓഫ് സെഡ് എന്ന് പറയുന്നത് സൈൻ സെഡ് ആണ്. ഈ 3 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 2x ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് എച്ച് ഓഫ്, അപ്പോൾ ജി ഓഫ് വൈ എന്ന് പറയുന്നത് 3y പ്ലസ് 4 ആണ്. അപ്പോൾ ജി ഓഫ് 2x എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വൈയുടെ പ്ലേസിൽ 2x ഇട്ട് കൊടുക്കുക. അപ്പോൾ 3 ഇൻറ്റു 2x പ്ലസ് 4 എന്ന് പറഞ്ഞു കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 3 ഇൻറ്റു 2x എന്ന് പറയുന്നത് 6x പ്ലസ് 4 എന്ന് പറഞ്ഞു കിട്ടി. ഇനി എച്ച് ഓഫ് സെഡ് എന്താ? സൈൻ സെഡ് ആണ്. അപ്പോൾ എച്ച് ഓഫ് 6x പ്ലസ് 4 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെഡിൻ്റെ പ്ലേസിൽ 6x പ്ലസ് 4 കൊടുക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു സൈൻ സെഡിൻ്റെ അവിടെ 6x പ്ലസ് 4 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് കിട്ടി? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ ഓഫ് എഫ്, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സൈൻ 6x പ്ലസ് 4 എന്ന് പറഞ്ഞു കിട്ടി. ഇനി നമുക്ക് റൈറ്റ് സൈഡ് നോക്കണം. അപ്പോൾ എൽ എച്ച് എസ് ഇത് കിട്ടി. ഇനി ആർ എച്ച് എസ് എന്ന് പറയുന്നത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ആയിരുന്നു. അതിന് മുന്നേ എച്ച് കോമ്പോസിഷൻ ജി നോക്കുക. അത് എവിടെ നിന്ന് എവിടോട്ടുള്ള മാപ്പിംഗ് ആണെന്ന് നോക്കാം. അപ്പോൾ ജിയുടെ ഡൊമൈനിൽ നിന്ന് എച്ചിൻ്റെ കോഡൊമൈനിലേക്ക്. ജിയുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എൻ ആണ്. എച്ചിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? എച്ചിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഇതും എൻ ടു ആറിലോട്ടുള്ള മാപ്പിംഗ് ആണ്. ഇനി എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എഫിൻ്റെ ഡൊമൈനിൽ നിന്ന് എച്ച് കോമ്പോസിഷൻ ജിയുടെ കോഡൊമൈനിലോട്ടുള്ളത്. അപ്പോൾ എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എൻ ആണ്. എച്ച് കോമ്പോസിഷൻ ജിയുടെ കോഡൊമൈൻ എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ഇത് എൻ ടു ആറിലോട്ടുള്ളൊരു മാപ്പിംഗ് ആണ് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്നിന്ന് എലമെൻറ്റ് എടുക്കുകയാണ്, എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ്. അപ്പോൾ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എങ്ങനെയാണ് വരിക? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എടുക്കുകയാണെങ്കിൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാ. ഇവിടെ ജിയുടെ പ്ലേസിൽ എച്ച് കോമ്പോസിഷൻ ജി ആണ് വരുന്നത്. അപ്പോൾ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇതിനെങ്ങനെ എഴുതാം? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് തന്നിട്ടുണ്ട്? 2x ആണ് തന്നിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു
ഇനി എന്താ എഴുതണ്ടേ? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് 2x. അതായത് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല കിട്ടി. അപ്പോൾ എച്ച് ഓഫ് കോമ്പോസിഷൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് എച്ച് ഓഫ് ജി ഓഫ് 2x എന്ന് പറഞ്ഞു കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് പറയുന്നത് 3y + 4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ വൈയുടെ പ്ലേസിൽ നമ്മൾ 2x ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് 2x എന്ന് പറയുന്നത് 3 വൈയുടെ അവിടെ 2x ഇട്ട് കൊടുത്തു +4 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് 6x + 4 കിട്ടി. ഇനി എച്ച് ഓഫ് സെഡ് എന്താണ്? സൈൻ സെഡ് ആണ്. അപ്പോൾ എച്ച് ഓഫ് 6x + 4 എന്ന് പറയുന്നത് എന്ത് വരും? സൈൻ 6x + 4 എന്ന് പറഞ്ഞു കിട്ടി. അപ്പോൾ നോക്കി, എച്ച് കോമ്പോസിഷൻ LHS എന്ന് പറയുന്നത് നമുക്ക് സൈൻ ഓഫ് 6x + 4 എന്ന് പറഞ്ഞു കിട്ടി. RHSും സൈൻ ഓഫ് 6x + 4 എന്ന് പറഞ്ഞു കിട്ടി. പിന്നെ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഡൊമൈനും റേഞ്ചും ഒക്കെ സെയിം തന്നെയാണ്. അതായത് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് എന്ന് പറയുന്നത് N/R ആയിരുന്നു. എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ ഫസ്റ്റ് ഫംഗ്ഷനും N/R തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആണെന്ന് പറയാലോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ the domains are the same and H composition G composition F of X equal to H composition G composition F of X. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം H composition G composition F is equal to H composition G composition F എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ രണ്ട് ഫംഗ്ഷനിൻ്റെ ഡൊമൈനിൽ നിന്ന് ഏത് എക്സ് എടുത്താലും എക്സ് നമ്മൾ എടുക്കുന്ന ഡൊമൈൻ സെയിം ആണ്, രണ്ടിൻ്റെയും N/R ആണ് പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് N ആണ്. അപ്പോൾ Nയിലത്തെ ഏത് എക്സ് എടുത്താലും ഇത് സെയിം തന്നെയാണല്ലോ കിട്ടുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സിൻ്റെ എക്സ് എടുത്തപ്പോൾ സൈൻ 6x + 4 എന്ന് പറഞ്ഞിട്ട് ഏത് എക്സ് എടുത്താലും എന്താ വരുന്നത്? ഇമേജ് വരുന്നത് സൈൻ 6x + 4 എന്നായിരുന്നു. ഇവിടെ എടുക്കുമ്പോൾ ഏത് എക്സ് ഡൊമൈനിൽ എടുത്താലും നമുക്ക് സെയിം ഫംഗ്ഷൻ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഏത് എക്സിനും ഈ രണ്ട് ഫംഗ്ഷൻസും ഈക്വൽ ആണ്. നമുക്ക് ജനറൽ ആയിട്ട് എന്ത് പറയാം? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു തിയറം കാണാം. ഇതിൻ്റെ ജനറൽ കേസായിട്ടാണ് ആ തിയറം പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് മനസ്സിലായെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തിയറം എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് തിയറം 1. If f from x to y, g from y to z and h from z to s are functions, then h composition g composition f is equal to h composition g composition f. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ആ പ്രോബ്ലത്തിൽ എഫും എഫിൻ്റെ എക്സും വൈയും സെഡ് എന്ന് പറയുന്നത് N തന്നെയായിരുന്നു. അതായത് എഫ് ഫ്രം N to N ആയിരുന്നു, ജി ഫ്രം N to N ആയിരുന്നു, ആൻഡ് എസ് മാത്രമാണ് R ഉണ്ടായിരുന്നത്. അപ്പോൾ എച്ച് എന്ന് പറയുന്നത് N/R ആയിരുന്നു. ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ റിസൾട്ട്. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വി ഹാവ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്, LHS നിന്ന് തുടങ്ങുകയാണ്. എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞെടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ അതിൽ പ്രൂവ് ചെയ്തപ്പോൾ, അതായത് ഫസ്റ്റ് പാർട്ട് ചെയ്തപ്പോൾ ഇതിനെങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നത്? എച്ച് ഓഫ്, അതായത് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിനെ എച്ച് ഓഫ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ്, ഇവിടെ എഫിൻ്റെ പ്ലേസിൽ നമ്മൾ ജി കോമ്പോസിഷൻ എഫിനെ എഴുതി. ഇത് ഈക്വൽ ടു എച്ച് ഓഫ്, ഇവിടെ വീണ്ടും സ്പ്ലിറ്റ് ആക്കുക, ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക? ഇവിടെ ഇത് ജനറൽ കേസാണ്, നമുക്ക് ഫംഗ്ഷനും തന്നിട്ടില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഫോർ എവറി എക്സ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? എക്സിലത്തെ എലമെൻ്റ് ആണ്. ആൻഡ് ഇനി RHS നോക്കുക. RHS എന്തായിരുന്നു? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ആയിരുന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫിൽ ജി ആയിട്ട് നമ്മൾ എച്ച് കോമ്പോസിഷൻ ജീന് എടുത്തു. അപ്പോൾ എന്ത് വരും? എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ഇല്ല എച്ച് ഓഫ്, ഇനി ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും.
ആദ്യം എച്ച് കോമ്പോസിഷൻ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എഴുതി. ഇവിടെ നമ്മൾ ജി കോമ്പോസിഷൻ എഫിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുന്ന പോലെ എച്ച് കോമ്പോസിഷൻ ജിക്ക് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കിട്ടും. ഫോർ എവറി എക്സ് ഇൻ എക്സ് ആണ് പറഞ്ഞു. അതിൻ്റെ ഡൊമൈനൊക്കെ സെയിം ആയിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ രണ്ടെണ്ണം നോക്കി നോക്കിയേ. എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്, എച്ച് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ഹെൻസ് അതായത് ഫോർ എവറി എക്സ് എടുത്താലും ഈ ക്യാപിറ്റൽ എക്സിലത്തെ ഏതൊരു എക്സിനും എൽ എച്ച് എസിൻ്റെയും ആർ എച്ച് എസിൻ്റെയും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ് ഇസ് ഈക്വൽ ടു എച്ച് കോമ്പോസിഷൻ ജി കോമ്പോസിഷൻ എഫ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഒരു ജനറൽ റിസൾട്ടായിട്ട് പറഞ്ഞോളൂ. അപ്പം ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടെന്ന്. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. മറ്റേ ചെയ്ത പ്രോബ്ലം അറിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.